ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വിഷു എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നും ഞാൻ പറയുന്നത് തന്നെ ഒരു ചടപടയെന്നുള്ള പരിപാടിയായിപ്പോയി. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കണി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ റൂമിലുള്ള സൗകര്യത്തിൻ്റെ പുറത്ത് കുറേ അലമ്പായിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മാക്സിമം ഭംഗിയാക്കിയിട്ട് നമുക്ക് കണി വെക്കാം. പിന്നെ ചുമരൊക്കെ ആകെ അലമ്പായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ വെള്ളം കഴിഞ്ഞ മഴയൊക്കെ നല്ല വെള്ളം കയറിയിട്ട് ആ ഒരു പെയിൻറ്റ് ഇളകുന്ന ആ ഒരു ഏരിയ വരെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ കൂടിയും ആ പെയിൻറ്റ് നല്ല രീതിയിൽ ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഭംഗിക്കുറവുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ട് നമുക്ക് നമ്മളുടെ വിഷുക്കണി ഒരുക്കാം. അപ്പോൾ ഈ ഒരു ടേബിളിലാണ് വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ നമ്മളെ ഐറ്റംസ് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഒരു പ്ലാൻ മാറ്റി. പിന്നെ എനിക്ക് തോന്നിയ ഐഡിയേൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മനുവാട്ടിന് എനിക്ക് വിളക്കും അതുപോലെ തന്നെ കിണ്ടി, തളിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പണി ഒഴിവായി കിട്ടിയെങ്കിലും വലിയൊരു ഇരട്ടിപ്പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് നിമിഷം, അതായത് ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ 8ൻ്റെ പണിയായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ചടപടയെ വൃത്തിയാക്കി എടുക്കുമെന്ന് മോളും കൂടി ഉണ്ടായതുകൊണ്ട് കുറേ നമുക്ക് ആ ഒരു ടൈം ഭയങ്കര കുറവായിരുന്നു. അവൾ കുറുമ്പിനെ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കണം, അവൾ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതൊക്കെ ആയിട്ട് പിന്നെ ഒരു പ്രശ്നം എന്താ സംഭവിച്ചു വെച്ചാൽ, വാഴയില വാങ്ങിച്ചു, പക്ഷേ ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ നേരെ വിട്ടു വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അറബീൻ്റെ വീട്ടിൻ്റെ ഒരു ചെറിയൊരു ഫാം പോലത്തെ സ്ഥലത്തേക്ക്. അവിടെ നിന്ന് ഒരു 3 വാഴയില മാത്രം, അധികം ഒന്നും പറിച്ചിട്ടില്ല, വെറും 3 വാഴയില പറിച്ചു. അപ്പോൾ കുറേയൊക്കെ കീറി പറഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സീനില്ലാന്ന് തോന്നുന്നു, എന്തായാലും ആവശ്യമായിപ്പോയി. അപ്പോൾ അങ്ങനെ വാഴയിലയും നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. 3 മാങ്ങ മാത്രമുള്ള ഒരു കൊലയും പറിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കണി കാണാൻ കൊലമാങ്ങയല്ലേ നമ്മൾ നോർമലി വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു 3 മാങ്ങയുള്ള കൊല മാത്രമായിട്ടുള്ള ഒരു കൊലയും പറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാങ്ങയുടെ അധികമൊന്നും പറിച്ചിട്ടില്ല കേട്ടോ, ഇത്രേ പറിച്ചിട്ടുള്ളൂ. പിന്നെ ഇത്തവണ നമുക്ക് ഒറിജിനൽ കൊന്നപ്പൂ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മനോഹരന് ഒരു പ്രാവശ്യം പുറത്ത് പോയപ്പോൾ കണ്ടപ്പോൾ പറിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ പൂവൊക്കെ പറിക്കുന്നത് ഫൈനാണ് കേട്ടോ. പക്ഷേ ഇത് അടുത്ത് തന്നെ ഉണ്ട്, ഉള്ളിലുള്ളൊരു സ്ഥലത്താണ്. പക്ഷേ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അറിയില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് കൊന്നപ്പൂവും നമുക്ക് കിട്ടി. നാട്ടിലെ തന്നെ ഒരു വൈബായിരുന്നു, പൂവൊക്കെ പോയി പറിച്ച് ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഒരു ഫ്രഷ് കണി തന്നെയാണ്. പിന്നെ വില്ലയിൽ നിന്ന് തന്നെ കുറച്ച് തുളസിയൊക്കെ പറിച്ചിട്ട്, രാത്രി തുളസി പറിച്ചുകൂടാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ഒത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് തുളസിയൊക്കെ പറിച്ചിട്ട് മാലയും കൂടെ കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല കിട്ടിയ പണി ഒരു ഇടിവെട്ട് പണിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നെസ്റ്റോന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. കണി വെക്കാനായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ആ ഒരു സാധനം ഞാൻ വിട്ടുപോയി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും ഞാൻ മാല കെട്ടുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് തുളസി അതിൻ്റെ തളിരില പോലെ തന്നെ ആ ഒരു ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് മാത്രം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നോർമൽ നമ്മൾ മുല്ലമാലയൊക്കെ കെട്ടുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് കോർത്തല്ല കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് ഞാൻ ആ ഒരു സമയത്ത് ടി വിയിൽ പാട്ട് വെച്ച് കൊടുത്തുട്ടോ. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര കുസൃതി തന്നെയായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിമോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, പാട്ട് മാറ്റിത്തരാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ തിരക്കിനിടയിൽ അവരെ ഇരുത്തി കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ കുറച്ച് ചെറിയൊരു തുളസി മാല ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ കണ്ണൻ, ഞാൻ നോർമലി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള കണ്ണനെ തന്നെയാണ് ഞാൻ കണി കാണാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിന് കണക്കായിട്ടുള്ള മാല കേട്ടോ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കെട്ടുക എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നമ്മൾ നോട്ടിടുക, അതിൻ്റെ ഉള്ളിലേക്ക് തുളസി 2 അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കിട്ടിയ പണി ഇതാണ്. നമ്മൾ ഉണ്ണിയപ്പം ഇല്ലേ, നെയ്യപ്പം, കാര്യപ്പം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. എന്താ മറന്നതെന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇത് ഓർമ്മ വന്നത് തന്നെ 1 മണിയാകുമ്പോഴാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പഴം വാങ്ങിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു തട്ടിക്കൂട്ട് അപ്പം കണി കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വേറെ കാര്യമായിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരപ്പമാണ് നോർമലി ഞാൻ ഉണ്ടാക്കുന്ന ഒരപ്പം. പണി കിട്ടി മക്കളെ. നമ്മളെ കാര്യപ്പം ഇല്ലേ, ഉണ്ണിയപ്പം, ആ സാധനം കിട്ടിയില്ല. പിന്നെ ഒരു തട്ടിക്കൂട്ട് കണി കാണുമ്പോൾ എന്തായാലും വെക്കണ്ടേ. ഒരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്, ഒരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. റോബസ്റ്റ് പഴം, മൈദ, പിന്നെ കുറച്ച് നുള്ളുപ്പ്, പഞ്ചസാര. ആവോന്നറിയില്ല,
എന്തായാലും കണി കാണാനാക്കാൻ വേണ്ടിയിട്ടാക്കിയതല്ലേ. എൻ്റെ കൃഷ്ണ ഫ്ലോപ്പ് ആക്കില്ലേ. നോക്കാം. ഹുദാമിൽ എടുത്ത് വെച്ചതാണ്, കുറേ നാളായി യൂസ് ചെയ്തിട്ട്. ഇപ്പം ആവശ്യം വന്നു. സക്സസ് എൻ്റെ കൃഷ്ണ. അപ്പോൾ ഇതാണ് കിട്ടിയ പണി. പിന്നെ ഞാൻ സദ്യയും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല, അതൊന്നും നമ്മൾ ഓർഡർ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നേരെ വന്നു ഭസ്മൊക്കെ നമ്മളിങ്ങനെ കണി കാണാൻ വെക്കുന്ന ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ ഇങ്ങനെ 3 ലൈൻസ് ഇട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഭസ്മം ജസ്റ്റ് വെള്ളത്തിൽ, അരിപ്പൊടിയാണ് നോർമലി കലക്കുക, ഞാനിവിടെ ഭസ്മാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അരിപ്പൊടിയോ എല്ലാം ഭസ്മൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലൈൻസൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഡെക്കറേറ്റ് അല്ല, അതെന്തെങ്കിലും വിശ്വാസത്തിൻ്റെയോ എന്തെങ്കിലും ഐതിഹ്യത്തിൻ്റെ പുറത്താണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുറേ നമുക്ക് അറബിയുടെ അന്ന് ഒരുപാട് ഗ്ലാസ് പുതിയതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ബൗളും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഓർക്കുന്നുണ്ടോ? അതിലൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കണി സെറ്റാക്കുന്നത്. അപ്പോൾ ഇനി കണിയൊക്കെ നിരത്തി കണി കാണുന്ന സമയം കാണാം കേട്ടോ. കഞ്ഞൂടാ ഗുഡ് ഗേൾ കരയല്ല, അങ്ങനെ പറഞ്ഞൂടാ. ഇതൊക്കെ അങ്ങോട്ട് നോക്കി നമ്മൾ കണി കണ്ടോ? നീ കണ്ടോ? കൃഷ്ണ ഉണ്ട് നമ്മാക്കേ, കണിക്കൊന്നുണ്ട് അച്ഛ വച്ചേ, നോക്കി കണ്ണാടി ഉണ്ട് അമ്മയാക്കേ, അപ്പുണ്ട് അമ്മാക്കേ, പിന്നെ എന്തെല്ലാം ഉണ്ട്, പൈച്ചിയുണ്ട്, കണ്ടാ എന്തെല്ലാം ഉണ്ട്, കണ്ടോ നമ്മളെ കണി? അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ എൻ്റെ കണി കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയ കൃഷ്ണനും അതുപോലെ തന്നെ കണ്ണാടിയൊക്കെ തന്നെയാണ് വെച്ചിട്ടുണ്ടായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം എഫേർട്ട് എടുത്തു, ഒരുപാട് സമയം എടുത്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും സന്തോഷവും നമുക്കതൊരു അത്രയും സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കണി. അത് വെക്കേണ്ട രീതിയും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോയെന്നില്ലത് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ധാന്യങ്ങളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് കുഞ്ഞു കുഞ്ഞു ബൗളൊക്കെ കണ്ടോ, അതൊക്കെ നമുക്ക് കുറേ നാൾ മുന്നേ അറബിൻ്റെ ആ ഒരു അവിടെ നിന്ന് കളഞ്ഞ് കിട്ടിയത് പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ അപ്പൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിൻ്റെ നല്ല കുശുമ്പും വാശിയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. പിന്നെ ലൈറ്റൊക്കെ കണ്ട് വിളക്കൊക്കെ കണ്ടപ്പോൾ ആൾ ഓക്കെ ആയി. പക്ഷെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചതിൻ്റെ ഒരു ചടപടയുള്ളൊരു ലുക്കായിരുന്നു കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ആ ഒരു ടേബിൾ മാറ്റിയിട്ട് താഴെ തന്നെ അറേഞ്ച് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു യെല്ലോ ക്ലോത്ത് ഞാൻ ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ മസ്റ്റ് നമ്മൾ വിഷു എന്ന് പറയുമ്പോൾ കൈനീട്ടം മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. മനോട്ടം നമുക്ക് കൈനീട്ടം തന്നു. അങ്ങനെ കൈനീട്ടമൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് നേരം കിടന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റു കേട്ടോ. പിന്നെ മോൾക്ക് മാത്രം ജസ്റ്റ് ഇതുപോലെ നമ്മളൊരു വിഷുക്കോടി, ഈ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഒരു ഉടുപ്പ് എനിക്ക് പണ്ടൊരു കൊളാബ് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു ഉടുപ്പ് ഇട്ടിട്ട് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിനായിട്ടൊന്നും നിന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇത് തന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്. അപ്പോൾ മോളിങ് കൊണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നിങ്ങൾ നോർമലി ഇപ്പോൾ മോള് ഫാൻസ് ആണല്ലോ നമ്മളെക്കാൾ. അപ്പോൾ മോൾഡ് മാത്രം ഞാൻ ഒന്ന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോനെ കൂട്ടത്തിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കോപ്രായം കാണിച്ചിട്ടാണ് ഇന്ന് ചിരിച്ചങ്ങ് തന്നത് കേട്ടോ. അങ്ങനെ മനോട്ടൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ സദ്യ ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്തത്. വാഴയില മാത്രം ഞങ്ങൾ പറിച്ചു. അങ്ങനെ ഇല്ലത് കറിയൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുഴപ്പമില്ല. ലുലു എന്നാണ് ഓർഡർ ചെയ്തത്.
എനിക്കൊരു കുഴപ്പം മാത്രം തോന്നുന്നത് അവിയലിന് ഉപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രം എനിക്കൊരു കുറച്ച് കുഴപ്പം തോന്നി. ബാക്കിയൊക്കെ കുഴപ്പമില്ല. പിന്നെ സദ്യ നമുക്ക് ഇനി എത്ര ഹെവി ആയാലും നമ്മളെത്രയും കഴിക്കണം എന്ന് ഒരുപാട് കഴിക്കണം എന്ന് ആഗ്രഹിച്ചാൽ കൂടിയും കുറച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സദ്യക്ക്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്ന കൂട്ടുകാരുണ്ടോ? അപ്പോൾ മോൾക്ക് പറ്റുന്നതായിട്ടുള്ള കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് കറി മാത്രമേ ഞാൻ അവൾക്ക് കൊടുത്തുള്ളൂ. എന്നിട്ടും ഭയങ്കര അലമ്പായിരുന്നു. ഒന്നും കഴിക്കാതെയും അവിടെ ഇവിടെയൊക്കെ വാരി വെച്ചു. എനിക്കറിയില്ല, ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഇവൾ ഭയങ്കര പുറകിലോട്ടാണ്. കഴിപ്പിക്കാനും എനിക്കിപ്പോൾ ഭയങ്കര ക്ഷമ കുറവായതുകൊണ്ടാണെന്നോ അറിയില്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. എത്ര കൊടുത്താലും വിളിച്ചാലും വരില്ല. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വായിൽ ഇങ്ങനെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വിഷു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ, എല്ലാം കൊണ്ടും നല്ലൊരു വർഷങ്ങൾ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം സേഫ് ആയിരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. ടാറ്റാ.